Hello, hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസണിംഗ് ആണ്. റീസണിംഗ് പേപ്പറിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇൻഈക്വാലിറ്റീസ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു 90% അല്ലെങ്കിൽ 99% കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരൊറ്റ കോൺസെപ്റ്റും കൂടെ നമുക്ക് ബാക്കിയുണ്ട്, നോട്ട് ഈക്വൽ ടു. അപ്പം നോട്ട് ഈക്വൽ ടു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസ് നോട്ട് ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ എന്താണ് ഈ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ? യെസ്, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് അവർ സിമ്പിൾ എങ്ങനെയാണ് തരിക? നോട്ട് ഈക്വൽ ടുവിന് അവരിങ്ങനെയാണ് തരുന്നത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ തരും ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ. ഓക്കെ, നോട്ട് ഈക്വൽ ടു എന്ന് തരും, അല്ലെങ്കിൽ എന്ത് തരും? ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്ന് തരും. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് വാല്യൂസ് ഉണ്ട്, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ? എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ അല്ല. അപ്പോൾ രണ്ട് വാല്യൂസ് ഈക്വൽ അല്ല. ഇപ്പം ഞാൻ പറയുവാണ്, ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക, 1 കിലോ ആപ്പിൾ ഞാൻ മേടിച്ചു. ഓക്കെ, ഷോപ്പ് എന്ന് ഞാൻ 1 കിലോ ആപ്പിൾ മേടിച്ചു, ഷോപ്പ് ബിന്ന് ഞാൻ 1 കിലോ ആപ്പിൾ മേടിച്ചു. എന്നിട്ട് ഞാൻ പറയുവാണ് ഈ രണ്ട് കടയിലുള്ള ആപ്പിളിൻ്റെ വില ഈക്വൽ അല്ല, ഈ രണ്ട് കടയിലുമുള്ള ആപ്പിളിൻ്റെ വില ഈക്വൽ അല്ല എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ? ഒന്നെങ്കിൽ ഷോപ്പ് എനേക്കാളും ഷോപ്പ് ബിയിൽ ആപ്പിളിൻ്റെ വില കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പ് എനേക്കാളും ഷോപ്പ് ബിയിൽ ആപ്പിളിൻ്റെ പ്രൈസ് കുറവായിരിക്കാം അല്ലേ? അപ്പോൾ എന്താണ് രണ്ട് പോസിബിലിറ്റീസ്? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കാം, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കാം. നേരെ തിരിച്ച് നമുക്ക് പറയാം അല്ലേ, ഒന്നെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കാം, അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ ആയിരിക്കാം. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ബി ലെസ് ദാൻ എ ഇത് രണ്ടും സെയിം ആണ്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയണതും ബി ലെസ് ദാൻ എ എന്ന് പറയണതും സെയിം ആണ്. എ ലെസ് ദാൻ ബി എന്ന് പറയണതും ബി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയണതും സെയിം ആണ്. നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ, രണ്ടും സെയിം ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്തു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കാം, അല്ലെങ്കിൽ അതെന്താണ്? എ ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻഈക്വാലിറ്റീസിൽ നമുക്ക് വേറെ കുറച്ച് നോട്ട് ഉണ്ട്. നമ്മുടെ ഇൻഈക്വാലിറ്റീസിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ നമുക്കൊന്നും കൂടെ നോക്കാം. അതായത് നോട്ട് ഗ്രേറ്റർ ദാൻ, നോട്ട് ലെസ് ദാൻ, നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നോട്ട് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡഡ് ഇൻഈക്വാലിറ്റീസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ പിന്നെ 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്നെങ്കിൽ എ ലെസ് ദാൻ ബി ആവാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആവാം അല്ലേ. ഇപ്പം ഞാൻ പറയുക, ഷോപ്പ് എയിലുള്ള ആപ്പിളിൻ്റെ വില ഷോപ്പ് ബിയിലുള്ള ആപ്പിളിൻ്റെ വില, ഷോപ്പ് എയിലെ ആപ്പിളിൻ്റെ വില ഷോപ്പ് ബിയുടെ ആപ്പിളിൻ്റെ വിലയേക്കാളും കൂടുതലല്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ രണ്ടും സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. അതേപോലെ ഷോപ്പ് എയിലുള്ള ആപ്പിളിൻ്റെ വില ഷോപ്പ് ബിനേക്കാളും കുറവല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം. പിന്നെന്താണ്? ഷോപ്പ് എയിലുള്ള ആപ്പിളിൻ്റെ വില ഷോപ്പ് ബിനേക്കാളും ഈക്വലും അല്ല, കൂടുതലും അല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, ലെസ് ദാൻ. ഇനി ഇവിടെ വരുമ്പോഴോ, ഷോപ്പ് എയിലുള്ള ആപ്പിളിൻ്റെ വില കുറവും അല്ല, ഈക്വലും അല്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ. മനസ്സിലായല്ലോ? യെസ്. ഇനി അപ്പോൾ ഇത് അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് പ്രോബ്ലമിൽ അവർ അങ്ങനെയും ചോദിക്കാം, നമുക്ക് ഗ്രേറ്റർ ദാൻ ആവശ്യമുള്ള സ്ഥലത്ത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തരാം. സോ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, നോട്ട് ലെസ് ദാൻ സി, നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, നോട്ട് ഗ്രേറ്റർ ദാൻ ഇ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കണേ? എ ലെസ് ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഡി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ.
ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോട്ട് ഈക്വൽ ടുയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കണേ? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കാം, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കാം. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. യെസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ. പി ഗ്രേറ്റർ ദാൻ ക്യൂ നോട്ട് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ യു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ആർ ഇസ് ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ യു. പി ഗ്രേറ്റർ ദാൻ ക്യൂ ലെസ് ദാൻ ആർ ഇസ് ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ യു. മനസ്സിലായല്ലോ? ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാനിവിടെ കൺക്ലൂഷൻസ് എഴുതാം. ഏതൊക്കെയാണ് റൈറ്റ് റോങ് എന്ന് നോക്കാം. പി ഗ്രേറ്റർ ദാൻ ആർ, പി നോട്ട് ഈക്വൽ ടു എസ്, യു ഗ്രേറ്റർ ദാൻ ആർ, ക്യൂ ഗ്രേറ്റർ ദാൻ ടി, ക്യൂ നോട്ട് ഈക്വൽ ടു യു, ആർ ഇസ് ഈക്വൽ ടു പി, ക്യൂ നോട്ട് ഈക്വൽ ടു എസ്, പി നോട്ട് ഈക്വൽ ടു യു, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോളൂ. അപ്പം ഞാനിവിടെ ആദ്യം ആരാണ്? എൻ്റെ പിയും ആറും ആണ്. സോ ഞാൻ ആസ് യൂഷ്വൽ നമുക്കറിയാം, നമുക്കൊരു കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏത് ഭാഗമാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നോക്കും. പിയും ആറും ആണ്. നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ പോസിബിലിറ്റി നോക്കിക്കോളൂ. പി ഗ്രേറ്റർ ദാൻ ആറാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? പി ലെസ് ദാൻ ആറാണ്. ആദ്യത്തെ പോസിബിലിറ്റി പി ഗ്രേറ്റർ ദാൻ ആറാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? രണ്ടാമത്തെ പോസിബിലിറ്റി പി ലെസ് ദാൻ ആറല്ല, ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കൺക്ലൂഷൻ പി ഗ്രേറ്റർ ദാൻ ആറാണ്. രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സോൾവ് ചെയ്യുമ്പം ഒന്ന് ഈ ഡയറക്ഷനും ഒന്ന് ഈ ഡയറക്ഷനുമാണ്. സോ എനിക്ക് എന്ത് കിട്ടി? നോ റിലേഷൻ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ രണ്ട് പോസിബിലിറ്റീസ് ഒന്നെങ്കിൽ പി ഗ്രേറ്റർ ദാൻ ആറായിരിക്കാം, അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ എൻ്റെ ആൻസർ എങ്ങനെ ആയിരിക്കണം? എൻ്റെ ആൻസർ ഐദർ ഓർ കേസിൽ വരും. ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നെങ്കിൽ അത് ഇപ്പോൾ പിയും ആറിനെയും റിലേറ്റ് ചെയ്യുന്ന എല്ലാ കൺക്ലൂഷൻസും നമുക്ക് ഫോൾസ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ പി നമുക്ക് ആദ്യത്തെ പോസിബിലിറ്റിയിൽ നമുക്ക് പി ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ളൊരു കൺക്ലൂഷൻ കിട്ടും. രണ്ടാമത്തതിൽ രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനാണ്. സോ രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനായി കഴിയുമ്പോൾ യെസ് നമുക്ക് പറയാം നോ റിലേഷൻഷിപ്പാണ്. അപ്പം ഇൻഡിവിജ്വലായ എല്ലാ കൺക്ലൂഷൻസും റോങ് ആയിരിക്കും. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ ആർ തന്നാലും റോങ് ആണ്, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ തന്നാലും റോങ് ആണ്. നമുക്ക് മൊത്തം ഇൻഡിവിജ്വൽ 5 കൺക്ലൂഷൻസ് ആണുള്ളത്. പി ഗ്രേറ്റർ ദാൻ ആർ, പി ലെസ് ദാൻ ആർ, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, പി ഇസ് ഈക്വൽ ടു ആർ, പി നോട്ട് ഇസ് ഈക്വൽ ടു ആർ വന്നാലും റോങ് ആണ്. പി നോട്ട് ഇസ് ഈക്വൽ ടു ആർ, ഈ 6 കൺക്ലൂഷൻസ്, ഈ 6 കൺക്ലൂഷൻസും റോങ് ആണ്. കാരണം നോക്കിക്കോളൂ, പി നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാനും ലെസ് ദാനും മാത്രമേ പോസിബിൾ ആവുള്ളൂ. പി നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും മാത്രമേ പോസിബിൾ ആവുള്ളൂ. പക്ഷെ നമുക്കിവിടെ എന്താണ്? നോ റിലേഷനാണ് കിട്ടിയത്. ഒരു കേസിൽ നമുക്ക് നോ റിലേഷൻ കിട്ടി. നോ റിലേഷൻഷിപ്പ് കിട്ടുമ്പോൾ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം, അല്ലെങ്കിൽ ലെസ് ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. സോ നമുക്കറിയാം നോ റിലേഷൻഷിപ്പിൻ്റെ ഐദർ ഓർ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ്. അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, പിന്നെന്താണ്
യെസ്, ഈ രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇസ് ഈക്വൽ ടു നോട്ട് ഈസ് ഈക്വൽ ടു. ഈ മൂന്ന് രീതിയിൽ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ, അതേപോലെ ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ നോട്ട് ഈക്വൽ ടുവിന് പകരം ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ മൂന്ന് രീതിയിലുള്ള കോംപ്ലിമെൻ്ററി പെയേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഓപ്ഷൻസിന് നിങ്ങൾക്ക് ഐദർ ഓർ കേസ് ആയി ചൂസ് ചെയ്യാം. അല്ലാത്തതെല്ലാം എന്താണ്? അല്ലാത്ത എല്ലാ കൺക്ലൂഷൻസും നമുക്ക് റോങ് ആണ്. എപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോ റിലേഷൻഷിപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇവിടെ നോ റിലേഷൻഷിപ്പ് എന്ന് വരിക? എപ്പോഴൊക്കെയാണ് ഇവിടെ നോ റിലേഷൻഷിപ്പ് എന്ന് വന്നെ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻസിൽ നമുക്കറിയാം നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും, അല്ലേ? ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അപ്പോൾ നമ്മുടെ ഈ കൺക്ലൂഷൻ റോങ് ആണ്. ഇനി പിയും യെസ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിയും യെസ്സും നമ്മൾ പറയുമ്പോഴും നമുക്ക് അതുപോലെയാണ്, അല്ലേ? പിയും യെസ്സും നമ്മൾ പറയുമ്പോഴും നോ റിലേഷൻ ആണ് നമുക്ക് കിട്ടണത്. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സോ അതും നമുക്ക് റോങ് ആണ്. യു ആൻഡ് ആർ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഗ്രേറ്റർ ദാൻ ആർ കിട്ടും. കറക്റ്റാണ്. മൗത്ത് ഓപ്പൺ ആയിരിക്കുന്നത് യുയിലേക്കാണ്. ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഈക്വൽ സൈനും ഉണ്ട്. സോ ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. യു ഗ്രേറ്റർ ദാൻ ആർ കറക്റ്റാണ്. ഇനി അടുത്ത ആൾ ആരാണ്? ക്യൂ ഗ്രേറ്റർ ദാൻ ടി ആണ്. ക്യൂ ഗ്രേറ്റർ ദാൻ ടി പറയുമ്പോഴും അങ്ങനെയാണ്. രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനാണ്. ഒന്നിൽ നമുക്ക് ക്യൂ ലെസ് ദാൻ ടി കിട്ടും, പക്ഷേ മറ്റേതിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. നോ റിലേഷൻഷിപ്പാണ്, അത് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് ആരാണ്? ക്യൂ ആൻഡ് യു ആണ്. ക്യൂവും യു ആണ്, രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനാണ്. സോ ഇതിനെയും നമുക്ക് ഒഴിവാക്കാം, അല്ലേ? ഇതും നമുക്ക് റോങ് ആണ്. സോ അടുത്തത് ആരാണ്? ആർ ആൻഡ് പി. ആറും പിയും, അല്ലേ? ആറും പിയും എന്ന് പറയുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു പി ശരിയാവില്ല, നമുക്കതിനെ ഒഴിവാക്കാം. ക്യൂ നോട്ട് ഈക്വൽ ടു യെസ്, നോക്കിക്കോളൂ. ക്യൂ നോട്ട് ഈക്വൽ ടു യെസ്. ഇവിടെ എന്താണ്? ക്യൂവും യെസ്സും ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആദ്യത്തത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യൂ ഗ്രേറ്റർ ദാൻ യെസ് എന്ന് കിട്ടും, അല്ലേ? ക്യൂ ഗ്രേറ്റർ ദാൻ യെസ് എന്ന് കിട്ടും. രണ്ടാമത്തേന് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യൂ ലെസ് ദാൻ യെസ് എന്ന് കിട്ടും. ആദ്യത്തത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യൂ ഗ്രേറ്റർ ദാൻ യെസ് എന്ന് കിട്ടും. രണ്ടാമത്തത് സോൾവ് ചെയ്യുമ്പോൾ ക്യൂ ലെസ് ദാൻ യെസ് എന്ന് കിട്ടും. നമുക്കറിയാം നോട്ട് ഈക്വലിൻ്റെ കോമ്പിനേഷൻ എന്താണ്? ഗ്രേറ്റർ ദാനും ലെസ് ദാനും. നോട്ട് ഈക്വലിൻ്റെ കോമ്പിനേഷൻ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആണ്. സോ അതുകൊണ്ട് അത് കറക്റ്റാണ്. നെക്സ്റ്റ് കേസ് ഏതാണ്? നെക്സ്റ്റ് കേസ് പി നോട്ട് ഈക്വൽ ടു യു ആണ്. നോക്കിക്കോളൂ, പിയും യു ആണ്. പിയും യുവും പറയുമ്പോൾ സിമ്പൽ പലതും പല ഡയറക്ഷനിലാണ്. സോ നമുക്കതിനെ ഒഴിവാക്കാം, ഇതിനെയും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഒരു പക്ഷേ പി നോട്ട് ഈക്വൽ ടു യു എന്നും പി ഇസ് ഈക്വൽ ടു യു എന്നും തന്നായത് ഇതിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യായിരുന്നു? ഐദർ ഓർ കേസ് ആയിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. ഇവിടെ നോട്ട് ഈക്വൽ ടു, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് ശരിയാവില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ് വേണ്ടത്? ഈക്വൽ സൈനോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ആണ് വേണ്ടത്. ഇവിടെ ഈക്വൽ സൈനോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി പെയർ. സോ അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതായത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് എവിടെയെങ്കിലും നോട്ട് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോട്ട് ഈക്വൽ ടു ആവണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ രണ്ട് സിമ്പിൾസ് നമ്മൾ നോക്കുവാണ്. ഇപ്പോൾ സേ ഫോർ ഞാൻ ഇവിടെ എഴുതാം. P not equal to Q is equal to R is equal to S is equal to T. P not equal to Q greater than or equal to R greater than T. Okay. അപ്പോൾ ഇവിടെ നമുക്ക് പിയും യെസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുമ്പം നമുക്ക് പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. കാരണം എന്താണ്? ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. പി ഗ്രേറ്റർ ദാൻ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു യെസ്.
P less than Q is equal to R is equal to yes. സോ ഇവിടെ ഈക്വൽ സൈൻ ആവുമ്പോൾ, അതായത് നമ്മുടെ നോട്ട് ഈക്വൽ ടു സിമ്പൽ ഒഴിച്ച് ബാക്കി ആ രണ്ട് വേരിയബിളിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സിമ്പൽസും ഈക്വൽ സൈൻ ആവുമ്പം നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? നോട്ട് ഈക്വൽ ടു കിട്ടും. ആ രണ്ട് വേരിയബിളിൻ്റെ ഇടയ്ക്ക് നോട്ട് ഈക്വൽ ടു ഒഴിച്ചുള്ള ബാക്കിയുള്ള സിമ്പൽസ് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നോ റിലേഷൻഷിപ്പ് കിട്ടും. മനസ്സിലായല്ലോ? യെസ്. E not equal to Q, not equal to U, not equal to A, not equal to L. Okay. E greater than Q, E less than Q. ഇത് നോക്കിക്കോളൂ, ഇത് ഈസിയാണ്. ഇവിടെ ഇയും ക്യൂവും തമ്മിലാണ് റിലേഷൻഷിപ്പ് അല്ലേ? ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇ ഗ്രേറ്റർ ദാൻ ക്യൂ ആവാം, അല്ലെങ്കിൽ ഇ ലെസ് ദാൻ ക്യൂ ആവാം. അതാണ് ഇവിടെ തന്നെ. സോ ഇതെന്താണ്? ഇത് ഐദർ ഓർ കേസാണ്. ഇതെന്താണ്? ഇത് ഐദർ ഓർ കേസാണ്. ഇതേപോലത്തെ വേറൊരു എക്സാമ്പിൾ, ബി ലെസ് ദാൻ എ, സോറി ബി നോട്ട് ഈക്വൽ ടു എ, നോട്ട് ഈക്വൽ ടു എസ്, ലെസ് ദാൻ ഐ, ഗ്രേറ്റർ ദാൻ സി. ബി ലെസ് ദാൻ എസ്, ബി ഗ്രേറ്റർ ദാൻ എസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ എസ് അല്ലേ? ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ എസ്. ഇവിടുത്തെ നമ്മുടെ പോസിബിലിറ്റീസ് ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ എസ്, ബി ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ എസ് അല്ലേ? അതേപോലെ ബി ലെസ് ദാൻ എ ഗ്രേറ്റർ ദാൻ എസ്, ബി ലെസ് ദാൻ എ ലെസ് ദാൻ എസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ കിട്ടും, ഇവിടെ നമുക്ക് ലെസ് ദാൻ കിട്ടും, ഇവിടെ ഗ്രേറ്റർ കിട്ടും, ഇവിടെ നമുക്ക് ലെസ് കിട്ടും. പക്ഷേ ഈ രണ്ട് കേസിൽ നമുക്ക് നോ റിലേഷൻ എന്ന് കിട്ടും. ഈ രണ്ട് കേസിൽ നമുക്ക് നോ റിലേഷൻ എന്ന് കിട്ടും. സോ ഈ രണ്ട് കൺക്ലൂഷനും എന്താണ്? ഈ രണ്ട് കൺക്ലൂഷനും നമുക്ക് റോങ് ആണെന്ന് പറയാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ബി ലെസ് ദാൻ എസ്, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എസ്, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്, അതും അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എസ്, ബി നോട്ട് ഇസ് ഈക്വൽ ടു എസ്, ഇങ്ങനെ ഏതെങ്കിലും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഐദർ ഓർ കേസ് ആണ് പറയാം. മനസ്സിലായല്ലോ? യെസ്. അപ്പം നോട്ട് ഈക്വൽ ടു വന്നാൽ നമ്മൾ ഐദർ ഓർ കേസ് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ? ഐദർ ഓർ കേസ് ആയാലും അതിൽ ട്രൂ ആയ കൺക്ലൂഷനും റോങ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. സി നോട്ട് ഈക്വൽ ടു ഒ നോട്ട് ഈക്വൽ ടു വി ലെസ് ദാൻ ഐ ഗ്രേറ്റർ ദാൻ ടി. സി ലെസ് ദാൻ വി, സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. നോക്കിക്കോളൂ, ഇവിടെ രണ്ട് നോട്ട് ഈക്വൽ ടു ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. സി ഗ്രേറ്റർ ദാൻ ഒ ഗ്രേറ്റർ ദാൻ വി, സി ഗ്രേറ്റർ ദാൻ ഒ ലെസ് ദാൻ വി, സി ലെസ് ദാൻ ഒ ലെസ് ദാൻ വി, സി ലെസ് ദാൻ ഒ ഗ്രേറ്റർ ദാൻ വി. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഗ്രേറ്റർ കിട്ടും, ഇവിടെ ലെസ് കിട്ടും. പക്ഷേ ഇത് രണ്ടും ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടാൻ പോണത് നോ റിലേഷൻ ആണ്. നോ റിലേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കോംപ്ലിമെൻ്ററി പെയേഴ്സ് നോ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വരേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഐദർ ഓർ കേസ് ആണ്. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ രണ്ട് സ്ഥലത്തും നോട്ട് ഈക്വൽ ടു ഉണ്ട്. സി നോട്ട് ഈക്വൽ ടു ഒ, സി നോട്ട് ഈക്വൽ ടു വി എന്ന് പറയുമ്പോൾ
സി ഗ്രേറ്റർ ദാൻ വി, സി ലെസ് ദാൻ വി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഐദർ ഓർ കേസ് ആയിട്ട് ചൂസ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ സി നോട്ട് ഈക്വൽ ടു വി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ട്രൂ കൺക്ലൂഷൻ ആയിട്ട് ചൂസ് ചെയ്യും. ഇത് രണ്ടും റോങ് ആണ്. സി നോട്ട് ഈക്വൽ ടു ഒ നോട്ട് ഈക്വൽ ടു വി, അല്ലെങ്കിൽ സി നോട്ട് ഈക്വൽ ടു ഒ നോട്ട് ഈക്വൽ ടു വി നോട്ട് ഈക്വൽ ടു ബി, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നോ റിലേഷൻഷിപ്പാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഐദർ ഓർ കേസ് വരുവാണെങ്കിൽ നമ്മുടെ നോ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. ഇനി പി ഈസ് ഈക്വൽ ടു യു നോട്ട് ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ബി. പി ഗ്രേറ്റർ ദാൻ എൻ യു ലെസ് ദാൻ എൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതാം. എ നോട്ട് ഈക്വൽ ടു ബി is equal to D is equal to E is equal to I. A not equal to I, A greater than I, A less than I. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നിരുന്നോട്ടെ. യെസ്, നോക്കിക്കോളൂ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ പിയും എന്നും തമ്മിലാണ് റിലേഷൻഷിപ്പ് അല്ലേ? ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. പി ഈസ് ഈക്വൽ ടു യു ഗ്രേറ്റർ ദാൻ എൻ, പി ഈസ് ഈക്വൽ ടു യു ലെസ് ദാൻ എൻ. അപ്പോൾ എനിക്കിതൊന്ന് ഡിറൈവ് ചെയ്യാൻ പിയും എന്നും എന്താണ്? പി ഗ്രേറ്റർ ദാൻ എൻ ആണ്, പി ലെസ് ദാൻ എൻ ആണ്. ഇവിടെ ഒന്നവർ പി ഗ്രേറ്റർ ദാൻ എൻ തന്നിട്ടുണ്ട്, രണ്ടാമത്തത് യു ലെസ് ദാൻ എൻ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി ഈസ് ഈക്വൽ ടു യു. സോ എനിക്ക് ഈ യുവിന് വേണമെങ്കിൽ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ പിന് വേണമെങ്കിൽ യു എന്ന് എഴുതാം. സോ എന്താണ് ഇത്? ഐദർ ഓർ കേസ് ആണ്. ഇത് ഐദർ ഓർ കേസ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ നോട്ട് ഈക്വൽ ടു ഐ ആണ്, എയും ഐയും ആണ്. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ഇസ് ഈക്വൽ ടു ഡി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു ഐ. എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു ഡി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു ഐ. ആൻസർ എന്ത് കിട്ടും? എ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഐ എന്ന് കിട്ടും. സോ എ നോട്ട് ഈക്വൽ ടു ഐ ആണ് ആൻസർ. ഇത് രണ്ടും റോങ് ആണ്, ഐദർ ഓർ കേസും അല്ല. ഇത് രണ്ടും, ഈ രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ്. ഇത് രണ്ടും നമുക്ക് ഐദർ ഓർ കേസിൽ പറയാൻ പറ്റില്ല. ഇവിടെ ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ ഒരു കോംപ്ലിമെൻ്ററി പെയർ എപ്പോഴാണ് വരുന്നത്? നോ റിലേഷൻഷിപ്പ് ആവുമ്പോഴാണ്. പക്ഷേ ഇവിടെ നോ റിലേഷൻഷിപ്പ് അല്ല, ഇവിടെ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും. സോ അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ഐ ഈസ് അവർ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. സോ നോട്ട് ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. നോട്ട് ഈക്വൽ ടു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രണ്ട് വേരിയബിൾസ് ആണോ കൺസിഡർ ചെയ്യണേ, ആ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ട് ഈക്വൽ ടുവും ബാക്കി എല്ലാം ഈക്വൽ സൈനും ആണെങ്കിൽ, ഒരു നോട്ട് ഈക്വൽ ടുവും ബാക്കി എല്ലാം ഈക്വൽ സൈൻ ആവണം. ഒന്നെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എ നോട്ട് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഐ എന്ന് തന്നിട്ടുണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഐദർ ഓർ കേസ് ആണ്. എ ഈസ് നോട്ട് ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആയ കൺക്ലൂഷനാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം എന്തായിരിക്കണം? എല്ലാം ഈക്വൽ സൈൻ ആയിരിക്കണം. ഇപ്പോൾ എയും ഇയും ആണ്. ഇപ്പം ഇവിടെ എ ഈസ് ഈക്വൽ ടു ബി, ഇടയ്ക്ക് ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു ഉണ്ടെന്ന് വിചാരിക്കുക. ഇടയ്ക്ക് ഒരു നോട്ട് ഈക്വൽ ടു ഉണ്ട്. സോ നമുക്കറിയാം ഇവിടെ രണ്ട് പോസിബിലിറ്റി ആണ്. എ ഈസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി is equal to I is equal to E. A is equal to B less than C is equal to I is equal to E. So എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഇ അല്ലെങ്കിൽ എ ലെസ് ദാൻ ഇ. ഇവിടെ എവിടെയെങ്കിലും രണ്ട് നോട്ട് ഈക്വൽ ടു ഉണ്ടെങ്കിൽ, ഇവിടെ മോർ ദാൻ വൺ നോട്ട് ഈക്വൽ ടു ഉണ്ട്, ബാക്കി എല്ലാം ഈക്വൽ സൈൻ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? നോ റിലേഷൻഷിപ്പ് ആണ്. കാരണം രണ്ട് നോട്ട് ഈക്വൽ ടു വന്നാൽ അവിടെ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ രണ്ടെണ്ണം വന്നാലുള്ള പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് 4 പോസിബിലിറ്റി ഉണ്ട്. അതിൽ 2 പോസിബിലിറ്റിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഗ്രേറ്ററും ലെസ്സും കിട്ടും. മറ്റേത് രണ്ടിലും നമുക്ക് എന്താണ് കിട്ടണേ? നോ റിലേഷൻഷിപ്പാണ് കിട്ടണേ. അപ്പോൾ നമ്മൾ ഓൾ ടുഗദർ നമ്മൾ ഏതിനെ കൺസിഡർ ചെയ്യും? നോ റിലേഷൻഷിപ്പിനെയാണ് കൺസിഡർ ചെയ്യണേ. സോ അപ്പോൾ നമ്മുടെ
കോംപ്ലിമെൻ്ററി പെയർസ് നോ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യണ സമയത്ത് ഒരൊറ്റ നോട്ട് ഈക്വൽ ടു ബാക്കി എല്ലാം ഈക്വൽ സൈൻ ആവുമ്പോൾ മാത്രമാണ് എ നോട്ട് ഈക്വൽ ടു സോ ആൻഡ് സോ വേരിയബിൾ അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എ ലെസ് ദാൻ ബി എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ? യെസ്. A not equal to B greater than or equal to E. A greater than E, A less than or equal to E. P not equal to Q is equal to T greater than or equal to R. P greater than T, P less than or equal to T, P less than T, P greater than or equal to R, P less than R, P greater than R. ഇങ്ങനെ കുറച്ച് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കിക്കോളൂ. ഇവിടെ എയും ഇയും തമ്മിലാണ് കണക്ഷൻ. ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു, ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളാണ്, നമുക്കറിയാം. നോ റിലേഷൻഷിപ്പ് ആയിരിക്കും. കോംപ്ലിമെൻ്ററി പെയർ കറക്റ്റ് ആണ്. സോ ഇതെന്താണ്? ഐദർ ഓർ കേസ് ആണ്. മനസ്സിലായല്ലോ? രണ്ടാമത് നോക്കിക്കോളൂ. പിയും ടിയും ആണ്. ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു, മറ്റേത് ഈക്വൽ ആണ്. സോ പി ഗ്രേറ്റർ ദാൻ ടിയും പി ലെസ് ദാൻ ടിയും ഇത് രണ്ടും എന്താണ്? ഐദർ ഓർ കേസ് ആണ്. ഇത് റോങ് ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്നുള്ളത് റോങ് ആണ്. അതേപോലെ രണ്ടാമത്തത് നോക്കിക്കോളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് നോ റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ ഇത് രണ്ടും എന്താണ്? ഐദർ ഓർ കേസ് ആണ്. നമ്മുടെ മൂന്നാമത്തവൻ റോങ് ആണ്. മനസ്സിലായല്ലോ? യെസ്. മനസ്സിലായല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി നോട്ട് ഈക്വൽ ടു എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ. ടി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ടി ലെസ് ദാൻ ഡബ്ല്യു. ഡി ഇസ് ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ സി നോട്ട് ഇസ് ഈക്വൽ ടു എച്ച്. ഡി ഗ്രേറ്റർ ദാൻ എച്ച്, ഡി ലെസ് ദാൻ എച്ച്. സോ നമുക്ക് ഈ രണ്ട് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇല്ല, ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു ഉണ്ട്. ടിയും ഡബ്ല്യു ആണ്. ടിയും ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഒന്ന് നോട്ട് ഈക്വൽ ടു, മറ്റേത് ഈക്വൽ സൈൻ അല്ല, വേറെ ഏതോ ഒരു സിമ്പിൾ ആണ്. സോ അതുകൊണ്ട് ഈ രണ്ട് കൺക്ലൂഷനും റോങ് ആണ്. നമുക്കറിയാം ഈക്വൽ സൈൻ ഒഴിച്ച് വേറെ ഏത് സിമ്പിൾ വന്നാലും, നോട്ട് ഈക്വൽ ടുയുടെ കൂടെ ഈക്വൽ സൈൻ ഒഴിച്ച് വേറെ ഏത് സിമ്പിൾ വന്നാലും നോ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഐദർ ഓർ കേസിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പെയേഴ്സ് വന്നം അത് വന്നിട്ടില്ല. അതേപോലെ ആറും എയും പറയുമ്പോഴും നമ്മുടെ മൂന്ന് കൺക്ലൂഷൻസും റോങ് ആണ്. ഇനി ഇത് നോക്കിക്കോളൂ. ഡിയും എച്ചും ആണ്. ഡിയും എച്ചും നമ്മൾ പറയുമ്പോൾ യെസ്, ഇവിടെ ആരുണ്ട്? ഇവിടെ വേറൊരു സിമ്പിൾ ഉണ്ട്. കാര്യം ഒന്ന് ഈക്വൽ ആണെങ്കിലും ഒന്ന് വേറെയാണ്. സോ ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടും റോങ് ആണ്. ഐദർ ഓർ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂ ഗ്രേറ്റർ ദാൻ സി നോട്ട് ഈക്വൽ ടു എ not equal to E less than F. E not equal to B is equal to H greater than G. A greater than B, A less than B. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. V L not greater than G. V not less than or equal to R is equal to P not is equal to H. L greater than P, H less than G. സോ നമ്മുടെ ഈ ഒരു സെഷൻ്റെ നോട്ട് ഈക്വൽ ടു എന്നുള്ള ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ആരുമാണ്? എയും ബിയും ആണ്. എയും ബിയും ആണ്. എയും ഇയും കണക്റ്റഡ് ആണ്. എയും ഇയും കണക്റ്റഡ് ആണ്. ഇയും ബിയും കണക്റ്റഡ് ആണ്.
സോ എന്താണ് എ നോട്ട് ഈക്വൽ ടു ഇ നോട്ട് ഈക്വൽ ടു ബി ആണ്, രണ്ട് നോട്ട് ഈക്വൽ ടു ആണ്. നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. നോ റിലേഷൻഷിപ്പ് ആണ്. സോ നമുക്ക് കോംപ്ലിമെൻ്ററി പെയർ കിട്ടണം. ഇവിടെ അങ്ങനെയല്ല കിട്ടിയത്. സോ നമുക്ക് അതിനെ ഒഴിവാക്കാം. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നോട്ട് ലെസ് ദാൻ വന്നാൽ നമ്മൾ നമ്മുടെ യൂഷ്വൽ സിമ്പലിലേക്ക് നമ്മൾ മാറ്റി എഴുതും. വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒ, ലെസ് ദാൻ എൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. വി ഗ്രേറ്റർ ദാൻ ആർ ഇസ് ഈക്വൽ ടു പി നോട്ട് ഈക്വൽ ടു എച്ച്. എല്ലും പിയും തമ്മിലാണ് റിലേഷൻഷിപ്പ്. നമ്മൾ പറയുമ്പോൾ എല്ലും വിയും കണക്റ്റഡ് ആണ്, പിയും വിയും കണക്റ്റഡ് ആണ്. എല്ലും വിയും കണക്റ്റഡ് ആണ്, പിയും വിയും കണക്റ്റഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എൽ ഗ്രേറ്റർ ദാൻ പി കിട്ടും. ഫസ്റ്റ് കൺക്ലൂഷൻ. ഇത് നമ്മുടെ ബേസിക് ഇൻഈക്വാലിറ്റി ആണ്. ഇത് നമ്മുടെ ബേസിക്കായ ഇൻഈക്വാലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല, കാരണം നമ്മൾ ഓൾമോസ്റ്റ് 90 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ എല്ലാ ഇൻഈക്വാലിറ്റീസിൻ്റെ പ്രോബ്ലംസും ഈ ബേസിക് കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഞാൻ പിന്നെയും ഇത് നമ്മുടെ ഇൻഈക്വാലിറ്റിയുടെ ലാസ്റ്റ് സെഷനാണ്, ഏറ്റവും ലാസ്റ്റ് സെഷനാണ്. ഇൻഈക്വാലിറ്റി എന്നുള്ള ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എച്ചും ജിയും ആണ്. എച്ചും ജിയും പറയുമ്പോൾ ജി എന്ന് പറയുന്ന ആൾ എല്ലുമായിട്ട് കണക്റ്റഡ് ആണ്. ജി എന്ന് പറയുന്ന ആൾ വിയുമായിട്ട് കണക്റ്റഡ് ആണ്. എച്ച് എന്ന് പറയുന്ന ആളും വിയുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു നോട്ട് ഈക്വൽ ടു ഉണ്ട്. ബാക്കി ഒരു ഈക്വൽ സൈൻ ഉണ്ടെങ്കിലും പല സിമ്പിൾസ് ആണ്. സോ നമുക്ക് ഐദർ ഓർ കേസ് കോംപ്ലിമെൻ്ററി പെയർ, നോ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലിമെൻ്ററി പെയർ കിട്ടണം. ഇവിടെ അതൊന്നും അല്ല കിട്ടിയേ. സോ അതുകൊണ്ട് ഈ ആൻസർ റോങ് ആണ്. യെസ്. സോ അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് നോട്ട് ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടുവിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോട്ട് ഈക്വൽ ടുയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുമ്പം ഒരു നോട്ട് ഈക്വൽ ടുവും ബാക്കി എല്ലാം ഈക്വൽ സൈൻ ആവുമ്പോഴാണ് ആ 2 വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് നോട്ട് ഈക്വൽ ടു. അല്ലെങ്കിൽ ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ഓർ എ ലെസ് ദാൻ ബി എന്നുള്ള ഐദർ ഓർ കേസ് വരുന്നത്. ഈക്വൽ സൈൻ ഒഴിച്ച് വേറെ ഏത് സിമ്പിൾ ആയാലും, ലെസ് ആയാലും അതേപോലെ ഗ്രേറ്റർ ആയാലും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും, ഇനി നോട്ട് ഈക്വൽ ടു ആയാലും എന്താണ്, ആ 2 വേരിയബിളുടെ ഇടയ്ക്ക് ഒരു സിമ്പിൾ എങ്കിലും വേറെ ഏതെങ്കിലും ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോണത് നോ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നോ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായ എല്ലാ കൺക്ലൂഷൻസും റോങ് ആയിരിക്കും. ഐദർ ഓർ കേസിൽ നോ റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞു കോംപ്ലിമെൻ്ററി പെയേഴ്സ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു, നോട്ട് ഈസ് ഈക്വൽ ടു. ഈ 3 കേസസ് ആണ് പോസിബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു 3 കേസസ് അവർ തരുമ്പോൾ നോക്കിക്കോളൂ. അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. സോ ഇതിനെ അവർ വേറെ രീതിയിൽ തരാം. ഇതിനെ അവർ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഗ്രേറ്റർ ദാൻ, അല്ലേ, ഇങ്ങനെ തരാം. അല്ലെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ലെസ് ദാൻ, ഇങ്ങനെയും തരാം. അതും അല്ലെങ്കിൽ ഇങ്ങനെ തരാം. ഇവിടെ അവർ യെസ് ഈസ് ഈക്വൽ ടു എന്ന് തരാം. ഇവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ബാക്കി 2ഉം ചിലപ്പോൾ ഈ 4 ആൾക്കാരെ അവർ തിരിച്ചും മറിച്ചും തരാം. ചിലപ്പോൾ അവർ ഇങ്ങനെ തരും, ഒന്നിങ്ങനെ നോട്ടാക്കി തന്നിട്ട് ഒന്ന് നോർമലായിട്ട് തരാം, അല്ലേ. ഒന്ന് നോർമലാക്കി തരുമ്പം നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ അവർ തരാം. അതല്ലെങ്കിൽ അവരെങ്ങനെ തരാം, ഗ്രേറ്റർ ദാൻ, നോട്ട് ഗ്രേറ്റർ ദാൻ, അതേപോലെ ലെസ് ദാൻ, നോട്ട് ലെസ് ദാൻ, ഇങ്ങനെയൊക്കെ അവർ തിരിച്ചു മറിച്ചും ഈ ഒരു സംഭവം അവർ തിരിച്ചു മറിച്ചും പല രീതിയിൽ തരാം കോംപ്ലിമെൻ്ററി പെയർസ്. അപ്പോൾ ഇങ്ങനെ നോട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയറായി ഏത് സിമ്പിളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് ഐദർ ഓർ കേസിൽ വരുമോ ഇല്ലയോ, കോംപ്ലിമെൻ്ററി പെയർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. യെസ്, മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഈക്വാലിറ്റി എന്നുള്ള
നമ്മുടെ റീസണിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്സിനെങ്കിലും ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഈസിയായി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാണുമ്പോൾ കുറേ ഗ്രേറ്ററും കുറേ ലെസ്സും, ലെസ് ദാൻ ഓർ ഈക്വൽ, നോട്ട് ഈക്വൽ ഒക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുമെങ്കിലും ഈസിയായി നമുക്ക് കണ്ട് തന്നെ 5 മാർക്സ് കണ്ട് തന്നെ ആൻസർ ചെയ്യാൻ വെറും 30 സെക്കൻഡിൽ, 30 പോലും വേണ്ട, നമുക്ക് 5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യവും നിങ്ങൾക്ക് തറവായിട്ട്, നിങ്ങൾ അതിൽ ക്ലിയർ ആണെങ്കിൽ, എല്ലാ കാര്യവും നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്താൽ മതി. നമ്മുടെ നെക്സ്റ്റ് റീസണിങ്ങിൻ്റെ സെക്ഷൻ വരുമ്പോൾ അല്ലേ, നമ്മളിപ്പോൾ റീസണിങ് കഴിഞ്ഞു, ഇനി നമ്മൾ നെക്സ്റ്റ് സെഷൻ തൊട്ട് ഇംഗ്ലീഷ് പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇംഗ്ലീഷ് പേപ്പറിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 4 എണ്ണം കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് വെർബ്. അപ്പോൾ ഇനി നെക്സ്റ്റ് കുറച്ച് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇംഗ്ലീഷ് പേപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റീസണിങ് പേപ്പറിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമ്മുടെ നെക്സ്റ്റ് റീസണിങ്ങിൻ്റെ സെക്ഷൻ വരുമ്പോൾ ആ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് പോണതായിരിക്കും. യെസ്, അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു എന്താ പറയുക ചാപ്റ്ററിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്ത എല്ലാ സെഷൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോട്ട് ഈക്വൽ ടുവിനെ കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ യു ഹാവ് എനി കൺഫ്യൂഷൻസ്, യെസ്, നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ അപ്കമിങ് റീസണിങ്ങിൻ്റെ സെഷൻസിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത് പോണേ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസ് നമുക്ക് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. ബാങ്ക് എക്സാമിനേഷൻ്റെ നമ്മൾ ഓരോ സബ്ജക്റ്റിലും 2 ചാപ്റ്റേഴ്സൊക്കെ വീതം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ യെസ്, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യണത് മാത്രമല്ല, നമ്മുടെ ചാനലിലെ എല്ലാ സെഷൻസും, അതായത് റെഗുലർ സെഷൻസ് ആയാലും അല്ലെങ്കിൽ വേർഡ് ഓഫ് ദി ഡേ എന്നുള്ള ആ സെഷൻ ആയാലും റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.